فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ സയ്യിദ് അലി ബാഫഖി തങ്ങൾ മുതൽക്കുള്ള മഹോന്നതന്മാരായ സാദാത്തുക്കൾ, നമ്മുടെ താജുൽ ഫുഖഹ കുബം ഉസ്താദ് മുതൽക്കുള്ള ആലിമീങ്ങൾ, ഉമറാക്കൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകർ, ഞങ്ങളുടെ ഈ പരിപാടി വീക്ഷിക്കുന്ന പ്രിയ സഹോദരന്മാർ, സുഹൃത്തുക്കൾ, ലോകത്ത് മനുഷ്യത്വം മരവിച്ചു പോയ ഒരു കാലം, സ്വന്തം പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടം, മൃഗങ്ങളെക്കാൾ മനുഷ്യൻ അധപ്പതിച്ചു പോയ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിങ്ങളെല്ലാവരും ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. ചോദ്യം ചെയ്യപ്പെടാത്തവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ലോകസഖാവായ അല്ലാഹുവാണ്. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. മറ്റുള്ളവരെല്ലാം ലോകസഖാവിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ വൈദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. പിഞ്ചുമക്കളെ കൊന്നുകളഞ്ഞ രക്ഷിതാക്കളെ ഹാജരാക്കി, ഈ മക്കളെ എന്തിനാണ് കൊല്ലപ്പെട്ടതെന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭം വരാനുണ്ട് എന്ന ശരിയായ താക്കീത് നൽകി അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ സർവ്വജനങ്ങൾക്കും സർവ ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും എല്ലാം സംരക്ഷണം നൽകണമെന്നും ആരും ആരെയും വെറുക്കുകയോ ആരും ആരെങ്കിലും ആക്രമിക്കുകയോ അഭിമാനത്തിന് ക്ഷതം വരുത്തുകയോ ആരെങ്കിലും തെറി വിളിക്കുകയോ ചീത്ത പറയുകയോ നിസ്സാരപ്പെടുത്തുകയോ നിന്ദിക്കുകയോ ചെയ്യാതെ മനുഷ്യർ അവർ ഈ ഭൂമി ലോകത്ത് അവരുടെ വിശ്വാസങ്ങൾ വ്യത്യസ്തമായാലും മനുഷ്യരെന്ന നിലക്കുള്ള പരിഗണന നൽകി അവർ ഒരുമിച്ച് നാടിൻ്റെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പഠിപ്പിക്കുകയും അതേസമയം പാരത്രിക ലോക വിജയം ലഭ്യമാകാൻ നിങ്ങളുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും അത് അല്ലാഹു നിയോഗിച്ചയച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ആ നബി തങ്ങളിൽ നിന്ന് നേരിൽ പഠിച്ച സഹാബികളെയും പിന്തുടർന്നാകണം എന്ന് ഉത്ബോധിപ്പിക്കുകയും ചെയ്ത ഒരു മതത്തിൻ്റെ അനുയായികളാണ് നാം. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നബിതങ്ങളോട് വലിയ ശത്രുത വെച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു സുമാമത്ത് ബിൻ ഉസാൽ. അദ്ദേഹം എത്രയോ വ്യക്തികളെ, നിരപരാധികളെ മുസ്ലിങ്ങളിൽ നിന്ന് കൊന്നുകളഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി
ഇവിടെ പോലീസും പട്ടാളവും നിയമപാലകരുമൊക്കെ ആവശ്യമായി വരുമല്ലോ. അവർ ആ പ്രവർത്തനം നടത്തുമ്പോൾ അവരോട് വൈരാഗ്യം വെക്കുന്നതും വിദ്വേഷം വെക്കുന്നതും ശരിയല്ലല്ലോ. നമ്മൾ ചിലപ്പോൾ രാത്രി പാതിരക്ക്, വിനീതനായ ഞാനൊക്കെ പാതിരക്ക് യാത്ര ചെയ്യുന്നവനാണ്. എങ്ങനെയെങ്കിലും ഒരു സ്ഥലത്തെത്തി ഒന്നും മയങ്ങണമെന്ന് വിചാരിക്കുമ്പോൾ പല സ്ഥലത്തും പോലീസുകാർ കൈ കാണിച്ച് കാറ് നിർത്തും. ആ സമയത്ത് വണ്ടിയിലുള്ളവരോട് നമ്മൾ പറയും, ഇത് നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. പോലീസുകാർക്ക് ആ സമയത്ത് കിടന്നുറങ്ങിയാൽ മതി, സുഖമായി കിടന്നുറങ്ങാം. പക്ഷേ അവരുറക്കമൊഴിച്ച് വാഹനങ്ങൾ പരിശോധിക്കുന്നത് അത് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ആ പോലീസുകാരോട് നമുക്ക് പ്രതിഷേധമല്ല ഉണ്ടാകേണ്ടത്, സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. ഡ്യൂട്ടി എടുക്കുന്ന പോലീസുകാരാണവർ, അവർക്ക് സമ്മാനമാണ് നൽകേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാലത്ത് നിരപരാധികളെ കൊന്നൊടുക്കുന്ന സുമാമത്ത് ഇബ്നു ഉസാലിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നു പട്ടാളക്കാർ. അദ്ദേഹത്തെ മദീന പള്ളിയുടെ പരിസരത്ത്, അല്ലെങ്കിൽ മദീന പള്ളിയോട് ചേർന്ന് അവിടെ നിർത്തി, അവിടെ ബന്ധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ വന്ന് സുമാമയോട് ചോദിച്ചു, മാ ഇൻദക യാ സുമാമ, നിനക്കെന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിൻ്റെ മറുപടി, ഇൻ തഖ്തുൽ തഖ്തുൽ ദാ ദമിൻ വഇൻ തുൻഇം തുൻഇം അലാ ശാകിരിൻ. നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ കൊല്ലാൻ അർഹതപ്പെട്ട വ്യക്തിയെ തന്നെയാണ് കൊല്ലുന്നത്. ഞാൻ അത്രയും ആളുകളുടെ രക്തം ചിന്തിയവനാണ്. നിങ്ങൾ എനിക്ക് നന്മ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു നന്ദിയുള്ളവനാണ് നന്മ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മാന്യമായ ഭക്ഷണം കൊടുക്കാൻ വീട്ടുകാരോടടക്കം ഏൽപ്പിച്ചു. കാരണം അദ്ദേഹം ഒരു പ്രദേശത്തിൻ്റെ, ഒരു നാട്ടിൻ്റെ നേതാവാണ്. ഉമിർന അൻ നുനസ്സില അന്നാസ മനാസിലഹും, ഓരോരുത്തർക്കും അർഹമായ സ്ഥാനം കൊടുക്കണം എന്നത് അത് മതമേതായാലും വിശ്വാസമേതായാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാനവികതയാണ്. അങ്ങനെ അദ്ദേഹം അവിടെ നല്ല പാലൊക്കെ കുടിച്ച് അവിടെ തന്നെ നിൽക്കുന്നു. പിറ്റേ ദിവസവും അദ്ദേഹത്തോട് അതേ ചോദ്യം ചോദിച്ചപ്പോൾ അതേ മറുപടി തന്നെ അദ്ദേഹം വീണ്ടും പറഞ്ഞു. മൂന്നാം ദിവസവും അദ്ദേഹത്തിന് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത് ഭക്ഷണം കൊടുത്ത് അദ്ദേഹത്തെ മാന്യമായി അവിടെ നിർത്തുകയാണ്. ആ 3 ദിവസവും പള്ളിയിൽ നടക്കുന്ന ആരാധനകളും കർമ്മങ്ങളും, പള്ളിയിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ അദ്ദേഹം വീക്ഷിക്കുകയാണ്. പള്ളിയിൽ ഒരിക്കലും ഭീകരതയോ അല്ലെങ്കിൽ തീവ്രവാദമോ വർഗീയതയോ അങ്ങനെ തെറ്റിദ്ധാരണക്ക് അവകാശപ്പെടുന്ന ഒന്നും പള്ളിയിൽ നടക്കുന്നില്ല എന്നത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ്. 3-ാമത്തെ ദിവസവും അദ്ദേഹത്തോട് എന്താണ് നിനക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ മറുപടിക്ക് മാറ്റമൊന്നുമില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ലിഖു സുമാമ, നിങ്ങൾ സുമാമയെ കെട്ടഴിച്ചു വിട്ടോളൂ എന്ന് പറഞ്ഞ് വെറുതെ വിടുന്നു. ഇതെന്തൊരു വിശാലമായ നേതൃത്വമാണ്, ഇതെന്തൊരു വിശാലമായ കാഴ്ചപ്പാടാണ്. കാരണം ഇസ്ലാം ഏത് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അത് ആളെ കൊല്ലാനുള്ള യുദ്ധമല്ല, മറിച്ച് ശരിയായ ആശയപ്രചരണത്തിനു വേണ്ടിയുള്ള സംവിധാനമൊരുക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. സുമാമത്ത് ഇബ്നു ഉസാൽ തൊട്ടടുത്തൊരു സ്ഥലത്ത് പോയി കുളിച്ച് വൃത്തിയായി അദ്ദേഹം വന്നിട്ട് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിക്കുന്നു. അദ്ദേഹത്തെ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഓ മുഹമ്മദേ, ഇന്നലെ വരെ ഇന്ന് വരെ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖം നിങ്ങളുടേതായിരുന്നു. ഇപ്പോൾ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള മുഖം അങ്ങയുടേതാണ്. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള നാട് നിങ്ങളുടേതാണ്. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട് നിങ്ങളുടെ നാടാണ്. ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്
അദ്ദേഹത്തിനുണ്ടായ മനപരിവർത്തനത്തെ സംബന്ധിച്ച് തുറന്നു പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആവശ്യപ്പെടുന്നു, ഞാൻ ഉംറ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ്. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങളെ പട്ടാളം എന്നെ അറസ്റ്റ് ചെയ്തത്. എനിക്കതിന് സമ്മതം തരുമോ? കാരണം ഇസ്ലാം മതം സ്വീകരിച്ചതോടുകൂടി ഇനി എന്ത് കാര്യം ചെയ്യുമ്പോഴും നബിയുനൽ ആമിറുൻ നഹീ ഫലാ അഹദു അബറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതിയോടെ അല്ലാതെ, അവിടുത്തെ അനുമതിയില്ലാത്ത ഒന്നും ചെയ്യാൻ മുസ്ലിമിന് പാടില്ല. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹം ഉംറയ്ക്ക് വേണ്ടി മക്കയിലേക്ക് പോകുന്നു. ധൈര്യപൂർവ്വം തൽബിയത്ത് ചൊല്ലിയിട്ട് ആ കാലഘട്ടത്തിൽ ആരും ഉംറയ്ക്ക് പോകാറില്ല. കാരണം മക്കയിലെ ശത്രുക്കൾ അവരെ തലവെട്ടി കളയും. പക്ഷെ അദ്ദേഹം വലിയ തറവാട്ടുകാരനാണ്. അദ്ദേഹം ധൈര്യത്തോടുകൂടെ തന്നെ അദ്ദേഹം ഉംറയ്ക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് കൊലക്കത്തിയുമായി ചിലർ വരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പരിചയമുള്ള ഒരാൾ പറയുന്നു, ഒന്നും ചെയ്തു പോകല്ലേ. അദ്ദേഹം യമാമയുടെ ഭരണാധികാരിയാണ്. യമാമയിൽ നിന്ന് വരുന്ന ധാന്യങ്ങളാണ് നമ്മുടെ ഭക്ഷണം, അത് മുടങ്ങിപ്പോകും. നിങ്ങൾ പാലക്കാട്ടുകാർ ഞങ്ങൾക്കൊക്കെ ധാന്യം നൽകുന്നവരാണ്. നിങ്ങൾക്ക് അല്ലാഹു വലിയ ബർക്കത്ത് നൽകുമാറാകട്ടെ. നിങ്ങളെ എല്ലാ കൃഷികളിലും നിങ്ങളുടെ സർവ്വ പ്രവർത്തനങ്ങളിലും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. യമാമ പ്രദേശത്തിൻ്റെ അധിപനാണ് അദ്ദേഹം. അപ്പോൾ പിന്നെ അവർ കൊല്ലാതെ വെറുതെ വിട്ടു. അദ്ദേഹം അവരോട് പറഞ്ഞു, ഞാൻ തിരിച്ചു പോയാൽ വല്ലാഹി ലാ യഅതീകും മിനൽ യമാനി ഹബ്ബതു ഹിന്ദത്തിൻ, ഒരു ഗോതമ്പത്തിൻ്റെ മണി, ഹത്താ യദന ഫിഹാ റസൂലുള്ളാഹി, അല്ലാഹുവിൻ്റെ റസൂൽ അനുമതി തരാതെ നിങ്ങളിലേക്ക് ഇനി വരൂല കേട്ടോ. ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ച്, മുഹമ്മദ് നബി സല്ലല്ലാഹുവിൻ്റെ പ്രസ്ഥാനത്തെ പഠിച്ച് ഞാൻ അതിലംഗമായതാണ്. നിങ്ങൾ വിചാരിക്കും പോലെ ഞാൻ എങ്ങനെയോ അതിലങ്ങ് കൂടിയതല്ല. അദ്ദേഹം തിരിച്ചുപോയി. പിന്നെ യമാമയിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ മക്കയിലേക്ക് വരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ മക്കയിലെ മുശ്രിക്കുകളായ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കത്തെഴുതുന്നു, ഞങ്ങളുടെ ഭക്ഷണം മുടങ്ങിപ്പോയി. അവരിപ്പോഴും ഇസ്ലാം മതം സ്വീകരിച്ചവരല്ല. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പരിചയമുണ്ട്. ഇന്നക ലതസിലു റഹിമ, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണല്ലോ, നിങ്ങൾ ഏറ്റവും നല്ല കാര്യങ്ങൾ പറയുന്ന ആളാണല്ലോ. ഞങ്ങളിവിടെ പട്ടിണിയിലായിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷ്യവസ്തു കിട്ടാൻ ആവശ്യമായ നടപടി വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കത്തെഴുതുകയാണ്. അങ്ങനെ കത്തെഴുതിയപ്പോൾ നബി തങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളെല്ലാം ഇസ്ലാമിലേക്ക് വന്നിട്ട് നോക്കാം ഭക്ഷണം എന്നാണോ പറഞ്ഞത്? അല്ല, നബി തങ്ങൾ മനുഷ്യർക്കൊപ്പമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യർക്കൊപ്പമാണ്. ഫകതബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുഖല്ലിയ ബൈനഹും വബൈനൽ ഹംദ്, അദ്ദേഹത്തിന് കത്തയക്കുന്നു, നിങ്ങൾ ഭക്ഷ്യവസ്തു തടയാൻ പാടില്ല. എന്റെയും നിങ്ങളുടെയും കഠിന ശത്രുക്കളാണെങ്കിലും അവർക്ക് ഭക്ഷ്യവസ്തു തടയാൻ പാടില്ല, അത് നിങ്ങൾ അനുവദിച്ചു കൊടുക്കണം. ഇതാണ് ഇസ്ലാമിന്റെ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ അനന്തരക്കാരാണ് പണ്ഡിതന്മാർ എന്ന് പറയുന്നത്. ആ പണ്ഡിതന്മാർക്ക് വേറെ ലക്ഷ്യമൊന്നുമില്ല. നേരത്തെ ശൈഖുനാ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് വേറെ ലക്ഷ്യമൊന്നുമില്ല. ഞങ്ങളുടെ ലക്ഷ്യം ഇവിടെ എല്ലാ ജനങ്ങൾക്കും സന്തോഷവും സൗഭാഗ്യവും ഉണ്ടാകണം, എല്ലാവരും സുഭിക്ഷമായി കഴിയണം, സമാധാന അന്തരീക്ഷമുണ്ടാകണം. ഒരിക്കലും ഇവിടെ ഒരു പ്രശ്ന സങ്കീർണമായ രാജ്യത്തായി പോകരുത് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, മറ്റു രാജ്യങ്ങളിലും എല്ലാ വിഭാഗം ജനങ്ങളും സുരക്ഷിതരായി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം. അതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. മറ്റൊരു ലക്ഷ്യത്തെ സംബന്ധിച്ചാണ് ശൈഖുനാ ഉസ്താദ് അവറുകൾ ചൂണ്ടിക്കാണിച്ചത്, വകൂനൂ മഅസ്സാദിഖീൻ. ഈ ഭൂമിലോകത്ത് പടച്ചവന്റെ നയം അവൻ റഹ്മാനാണ്, എല്ലാവർക്കും ഗുണം ചെയ്യുക എന്നതാണ്. അതേസമയത്ത് അതിന് ശേഷം ഒരു വാചകമില്ലേ, അർ റഹീം,
പാരത്രിക ലോകത്ത് വിജയം കൈവരിക്കണമെങ്കിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അവർ അതേ കൃത്യമായി ഈമാനും ഇസ്ലാമും ഉള്ളവരാകണം. അവർക്ക് മാത്രമാണ് പാരത്രിക ലോകത്ത് രക്ഷ ലഭിക്കുന്നത്. ഇത് ഉറച്ചു വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. ഇതല്ലാത്തൊരു വിശ്വാസം വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇവിടെ അനുവദിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ പേരിൽ അവരെ കല്ലെറിയാനോ അവരെ പഴിക്കാനോ അവരെ ചീത്ത വിളിക്കാനോ ഞങ്ങളുടെ സംഘടനയോ ഞങ്ങളെ പ്രസ്ഥാനമോ അനുവദിക്കുകയില്ല. ഓ സുഹൃത്തുക്കളെ, 2 ചെറുപ്പക്കാർ നമ്മുടെ പ്രവർത്തകരിൽ നിന്ന് ദാരുണമായി കൊല്ലപ്പെട്ടു പോയ ഒരു ജില്ലയാണിത്. അള്ളാഹു അവർക്ക് സ്വർഗം നൽകുമാറാകട്ടെ. നേരത്തെ ഇവിടെ ഒരുപാട് പണ്ഡിതന്മാരെ സംബന്ധിച്ച് പറഞ്ഞു. ഞാനിങ്ങനെ ഓർത്തു, ദുബായിൽ പലപ്പോഴും പോകുന്ന സമയത്ത് എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന ഒരു പണ്ഡിതനാണ് CM ഉസ്താദ്. എനിക്ക് പെട്ടെന്ന് ആ 3 അക്ഷരം ഓർമ്മ വന്നില്ല. ഞാൻ ബേക്കിൽ ചോദിച്ച് ഓർമ്മിപ്പിച്ച് എടുത്തു. എൻ്റെ ഗുരുവര്യരായ അലനല്ലൂർ ഉസ്താദ് അടക്കം ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ നമ്മുടെ കുമരമ്പത്തൂർ അലി ഉസ്താദ് അടക്കം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു മഹാനായ EK ഹസൻ മുസ്ലിയാർ അല്ലാഹു മർഖദ, അങ്ങനെ ബാപ്പു മുസ്ലിയാർ, അങ്ങനെ നിഷ്കളങ്കരായ ഒരുപാട് പണ്ഡിതന്മാർ പ്രവർത്തിച്ച ജീവിച്ച നാടാണ് ഈ പാലക്കാട്. ശൈഖുന EK ഹസൻ മുസ്ലിയാർ അവർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ പാലക്കാട് ആഖിറം നഷ്ടപ്പെട്ടു പോയ മുസ്ലിമീങ്ങളാൽ നിറഞ്ഞു പോകുമായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ആഖിറം രക്ഷപ്പെടണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നിസ്കാരം ശരിയാവുക എന്നത്. നിസ്കാരത്തിൻ്റെ ഫർള്, അത് അനിവാര്യമായതെല്ലാം ജീവിതത്തിൽ എടുത്തുകൊണ്ട് നിസ്കരിക്കുമ്പോഴേ നിസ്കാരമാവുകയുള്ളൂ. നിസ്കാരത്തിൻ്റെ ഷർത്ത് അത് പാലിക്കുമ്പോഴേ നിസ്കാരമാവുകയുള്ളൂ. ഏറ്റവും ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമാണ് ജുമുഅ എന്ന് പറയുന്നത്. ആ ജുമുഅയോടനുബന്ധിച്ചുള്ള ഖുതുബ അത് നിസ്കാരത്തെക്കാൾ ഒരു നിലക്ക് പ്രസക്തമാണ്. അതുകൊണ്ടാണല്ലോ ഖുതുബ ഓതുന്ന സമയത്ത് സുന്നത്ത് നിസ്കാരം പാടില്ല, തഹിയ്യത്തല്ലാത്ത ഒരു നിസ്കാരവും പാടില്ല. അതേ വണ്ടി പോകുന്ന സമയത്ത് കാറും ബസ്സുമൊക്കെ നിർത്തിയിട്ട് എന്നിട്ട് ഗേറ്റ് അടച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ പിന്നെ ബസ് പോകുമ്പോൾ അതേ ഗേറ്റ് അടച്ചിട്ട് തീവണ്ടി നിർത്തിക്കൂടെ എന്നാരും ചോദിക്കാറില്ല. കാരണം തീവണ്ടിക്കാണ് ബസ്സിനേക്കാൾ പ്രസക്തി. ഇതുപോലെ സുന്നത്ത് നിസ്കാരം പാടില്ല, അവിടെ ഗേറ്റ് അടക്കുകയാണ് ഖുതുബ പോകുന്ന സമയത്ത്. കാരണം ലിഅന്നഹു ഇബാദത്തുൻ ഇഫ്തഖറത് ഇലാ ദിക്രില്ലാഹി ഫഫ്തഖറത് ഇലാ ദിക്രി റസൂലില്ലാഹി എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അതൊരു മഹത്തായ ഇബാദത്താണ്, അള്ളാഹുവിനെ പറയുന്ന ഇബാദത്താണ്. അൽഹംദുലില്ലാ പറയാത്ത ഖുതുബയുണ്ടോ? ഫഫ്തഖറത് ഇലാ ദിക്രി റസൂലില്ലാഹി, അള്ളാഹുവിനെ പറയുന്നിടത്തെല്ലാം പറയപ്പെടേണ്ട വ്യക്തിയാണ്. വറഫഅനാ ലക ദിക്റക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെയും അതേ പറയണം, അവിടുത്തെ പേരിൽ സലാത്ത് ഉണ്ടെങ്കിലേ ഖുതുബയാവുകയുള്ളൂ. ചില ആളുകളുണ്ട്, അവർക്ക് അതേ ഏത് വിഷയം ചെയ്യുമ്പോഴും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പതിവാക്കി എന്ന റിപ്പോർട്ട് കിട്ടിയാലേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. അവർക്ക് തെറ്റിപ്പറ്റിപ്പോയി. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, പണ്ഡിതന്മാർ എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്ന ഖുതുബയിൽ 2 ഖുതുബയിലും സലാത്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയിൽ അത് പതിവാക്കി എന്നല്ല തെളിവ് പറഞ്ഞത്. മറിച്ച് അതിനവർ തെളിവ് പറഞ്ഞത് അള്ളാഹുവിൻ്റെ പേര് പറയുന്ന സ്ഥലത്തൊക്കെ നബി തങ്ങളുടെ പേര് പറയണമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സലാത്ത് ചൊല്ലൽ സുന്നത്തെന്നല്ല, അത് നിർബന്ധമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ വിഷയത്തിനും നബി തങ്ങൾ ചെയ്തു എന്ന റിപ്പോർട്ട് വേണമെന്നൊരഭിപ്രായം മുസ്ലിം പണ്ഡിതന്മാർക്കില്ലെന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു പോലുമില്ല. അതുകൊണ്ടാണ് എല്ലാവരുടെ ഖുതുബയിലും സലാത്ത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഞാനത് വിശദീകരിക്കുന്നില്ല. പറഞ്ഞു വരുന്നത്, ആ മഹത്തായ ഖുതുബ അത് നമുക്കറിയാം നിസ്കാരം പോലെ തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട, അതിനേക്കാൾ ഒരു നിലക്ക് പ്രസക്തിയുള്ള ഒരു ഇബാദത്താണ്. ചിലരുടെ ധാരണ ഖുതുബ എന്ന് പറയുന്നത് ജനങ്ങളോടുള്ള ഒരു സംഭാഷണമാണ് എന്നാണ്. അൽഹംദുലില്ലാ എന്നത് ജനങ്ങളോടാണോ? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അത് ജനങ്ങളോടാണോ? അല്ലല്ലോ.
ഖുതുബയിൽ ജനങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്തഖുല്ലാഹ്, അല്ലെങ്കിൽ ഊസീക്കും ബിത്തഖ്വല്ലാഹ്. അത് നിസ്കാരത്തിലും ഇല്ലേ? നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന ദിക്റുണ്ട്, പരിശുദ്ധ ഖുർആൻ ഓതലുണ്ട്, അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, അല്ലാഹുവിനെ പുകഴ്ത്തലുണ്ട്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് നേരിൽ സലാം പറയലുണ്ട്. കാരണം അതൊരു സാധാരണ നേതാവല്ല, സാധാരണ നബിയല്ല, സാധാരണ വ്യക്തിയല്ല, മറിച്ച് വഫാത്തിന് ശേഷവും മരണത്തിന് ശേഷവും എന്ന് നമ്മളെ ഭാഷയിൽ നമ്മളെപ്പറ്റി പറയുമ്പോൾ നമ്മൾ പറയും, നബി തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വഫാത്തിന് ശേഷം എന്ന് പറയും. ഞാൻ മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണ്. വഫാത്തിന് ശേഷവും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തരം സമുദായവുമായി ബന്ധപ്പെടുന്ന നേതാവാണ്, സമുദായം അങ്ങോട്ടും ബന്ധപ്പെടുന്ന നേതാവാണ്. അവിടുന്ന് ഒരിക്കലും ഒരു സാധാരണ വ്യക്തിയല്ല, മറിച്ച് മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീ ഗൈറു മുൻഖസിമി. ഒരിക്കലും അവിടുന്ന് ഒരു സാധാരണ നേതാവല്ല. അനുയായികൾ കോടിക്കണക്കിനുണ്ട്. എല്ലാ അനുയായികളും ദിവസേന പലതവണ ആ നേതാവുമായി ബന്ധപ്പെടുന്നുണ്ട്, ആ നേതാവിനെ വിളിക്കുന്നുണ്ട്, ആ നേതാവിന് ആശംസ പറയുന്നുണ്ട്. ആ ആശംസ വിശദീകരിച്ചുകൊണ്ടാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതൊരു ഇസ്തിഗാസയാണ്, ഒരു സഹായം തേടലാണ്. കാരണം അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയെ അങ്ങയ്ക്ക് സലാം, അങ്ങയ്ക്ക് സമാധാനം എന്ന് പറയുമ്പോൾ അവിടുന്ന് നമ്മളെ പഠിപ്പിച്ച ആശയമാണ് മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദല്ലാഹു റൂഹി ഫഅർദ് അലൈഹി സലാം. ആരെനിക്ക് സലാം പറഞ്ഞാലും എൻ്റെ അനുയായികൾ എവിടുന്ന് സലാം പറഞ്ഞാലും ആ സലാം കേൾക്കാനുള്ള സംവിധാനം എനിക്ക് ലഭിക്കുകയും ഞാനത് മടക്കുകയും ചെയ്യുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈക്കുമുസ്സലാം, നിങ്ങൾക്ക് സമാധാനമുണ്ട്, നിങ്ങൾക്ക് സമാധാനമെന്ന ആശംസ പറഞ്ഞ് നമ്മളെ സഹായിക്കുന്നു. ലോകത്തിന്റെ മുഴുവൻ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷവും അത് അന്ത്യനാൾ വരെ തുടരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും മനുഷ്യർക്കൊപ്പമാണ്. വഫാത്തിന് മുമ്പും മനുഷ്യർക്കൊപ്പമാണ്, ശേഷവും മനുഷ്യർക്കൊപ്പമാണ്. മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യവുമായി അവിടുത്തെ അനന്തരക്കാരായ പണ്ഡിതന്മാർ നടക്കുമ്പോൾ അതും നബിതങ്ങളുടെ സഹായം തന്നെയാണ്, അതും നബിതങ്ങളുടെ സംഭാവന തന്നെയാണ്. ലോകത്ത് ഏത് ഔലിയാക്കൾ എന്ത് കറാമത്ത് കണ്ടാലും അത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വകയാണ്. എന്തിനധികം പറയണം, അമ്പിയാക്കൾ പോലും വകുല്ലു അയിന്നത്തർ റുസുലുൽ കിറാമു ബിഹാ ഫഇന്നമത്തസലത് മിൻ നൂരിഹി ബിഹിമി. എല്ലാ അമ്പിയാക്കൾക്ക് ലഭിച്ചതും എല്ലാ മഹാന്മാർക്ക് ലഭിച്ചതും ഹബീബിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേനയാണ്. അവിടുന്ന് റഹ്മത്തുൽ ലിൽ ആലമീനാണ്. ഓ സുഹൃത്തുക്കളെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്ത്, അതേ സലാം നിസ്കാരത്തിലുണ്ട്, അതേ ഖുതുബയിലും ഉണ്ട്. ഇനി നിങ്ങളൊന്നുകൂടി ആലോചിച്ചു നോക്കൂ. ഖുതുബയിൽ അതാ അല്ലാഹുവിനോടുള്ള ദുആയുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അതേ എല്ലാവർക്കും മാപ്പ് കൊടുക്കാനുള്ള ദുആ, ആരെയും ശിക്ഷിക്കാനോ നശിപ്പിക്കാനോ ഉള്ള ദുആ അല്ല. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ മാപ്പ് കൊടുക്കാനുള്ള പ്രാർത്ഥന അത് ഖുതുബയിലെ നിർബന്ധമാണ്. ഇനി നിങ്ങൾ നോക്കൂ, ആ ഖുതുബയിൽ ഖുർആനിൽ ആയത്ത് ഓതലുണ്ട്, നിസ്കാരത്തിലും സൂറത്തുൽ ഫാത്തിഹ ഓതലുണ്ട്, ഖുർആൻ ഓതലുണ്ട്. ഇനി ആകെ ഒരു കാര്യം പറഞ്ഞത് എന്താണ്? ജനങ്ങളോട് ഒരേ ഒരു കാര്യമുണ്ട്, ഇത്തഖുല്ലാഹ്. നിസ്കാരത്തിലും ജനങ്ങളോട് ഒരു കാര്യം പറയുന്നുണ്ട്, അത് ജനങ്ങളോടാണ്, അള്ളാഹുവിനോടല്ല. അതാണല്ലോ നിങ്ങൾക്കറിയാം 13ാമത്തെ ഫർദ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അത് പടച്ചവനോടല്ല, അത് ജനങ്ങളോടാണ്. ജനങ്ങളോട് പറയുന്ന സലാം ആരെങ്കിലും മലയാളത്തിൽ ചൊല്ലാറുണ്ടോ നിസ്കാരത്തിൽ? ഇംഗ്ലീഷിൽ ചൊല്ലാറുണ്ടോ നിസ്കാരത്തിൽ? ഇല്ലല്ലോ. അത് ജനങ്ങളോടല്ലേ. ജനങ്ങളോടുള്ളത് സദസ്യരുടെ ഭാഷയിലാക്കണമെന്ന് ഏതോ ഒരു അന്ധവിശ്വാസം എവിടുന്നോ കടത്തിവിട്ടു ആരെല്ലാമോ. പടച്ചവൻ എല്ലാവർക്കും സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറയുന്ന ആരോടാണ്? തൊട്ടടുത്തുള്ളവരോടാണ്, തൊട്ടടുത്തുള്ള ജനങ്ങളോടാണ്, അവിടെയുള്ള ജിന്നുകളോടാണ്, മലക്കുകളോടാണ്. പടച്ചവനോടല്ല അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാര്യം നിസ്കാരത്തിലുണ്ട്, ഒരു കാര്യം ഖുതുബയിലും ജനങ്ങളോട് പറയുന്നതുണ്ട്.
എവിടെയാണ് നിസ്കാരവും ഖുതുബയും തമ്മിൽ അതേ വ്യത്യാസമുള്ളത്? പിന്നെ ആ നിസ്കാരം നിർവഹിക്കുമ്പോൾ സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടു മനസ്സിലാക്കിയോ അതുപോലെ നിസ്കരിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനാൽ അവിടുത്തെ സഹാബത്ത് മുഴുവനും ലോകം മുഴുക്കെ ഇസ്ലാം മതം പ്രചരിപ്പിച്ചപ്പോ അവരെല്ലാം അറബി ഭാഷയിൽ മാത്രം ഖുതുബ ഓതി, അറബിയിൽ മാത്രം നിസ്കരിച്ചു. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലുള്ള നിസ്കാരമാകണമെങ്കിൽ അറബിയിൽ മാത്രം ഖുതുബ ഓതി, അറബിയിൽ മാത്രം ജുമഅ നിസ്കരിക്കണം. അപ്പോഴേ നബി തങ്ങൾ നിസ്കരിച്ച നിസ്കാരമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും കൃത്യമായി രേഖപ്പെടുത്തി അറബിയിലായിരിക്കൽ നിബന്ധനയാണ്. മഹാനായ ഇ കെ ഹസൻ മുസ്ലിയാർ അവരുകളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ പറഞ്ഞപ്പോ അവിടുന്ന് ഖുതുബ അറബിയിലായിരിക്കൽ നിർബന്ധമാണെന്നും അത് അല്ലാത്ത ഭാഷയിലാക്കുന്നത് കടുത്ത ഹറാമാണെന്നും സമർത്ഥിക്കാൻ പുസ്തകമെഴുതി അത് നോക്കി മനസ്സിലാക്കി പഠിച്ച് പ്രസംഗരംഗത്ത് വന്ന ഒരു എളിയ ഒരു പ്രവർത്തകനാണ് വിനീതനായ ഞാൻ. സുഹൃത്തുക്കളെ, ആ ഹസൻ മുസ്ലിയാരോട് നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. മഹാനായ ഹസൻ മുസ്ലിയാരില്ലായിരുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, പാലക്കാട് ജില്ല ഇവിടെ ശരിയായ ഒരു ജുമഅ തന്നെ ഇല്ലാതെയായി പോകുമായിരുന്നു. അതേ കേരളം തന്നെ അങ്ങനെ ആയി പോകുമായിരുന്നു. ശരിയായ ഒരു ജുമഅ ഇല്ലാതെയായി പോകുമായിരുന്നു. ഒരാഴ്ചയിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ വേണ്ടി അല്ലാഹു തആല തന്ന പുണ്യദിനമാണ് വെള്ളിയാഴ്ച. ആ പുണ്യദിനത്തിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ പുണ്യകർമ്മം, അത് ബാത്തിലാക്കുന്ന ഒരു തെറ്റ്, ഒരു മഹാപാതകം ചെയ്യുന്നവരായി നമ്മുടെ മിമ്പറുകളിലുള്ള പണ്ഡിതന്മാര് തന്നെ അതപ്പതിച്ചു പോകുമായിരുന്നു. ഹസൻ മുസ്ലിയാരോട് കേരളം കടപ്പെട്ടിരിക്കുന്നു, എല്ലാ മുസ്ലിമീങ്ങളും കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഈ യാത്ര ഓരോ പ്രദേശത്തും ഓരോ മഹാപണ്ഡിതന്മാരുടെ പേരിലാണ്. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഖാദിമീങ്ങളായ അതിൻ്റെ നേതാക്കളായ പണ്ഡിതന്മാരുടെ പേരിലാണ് ഓരോ സ്ഥലത്തും നഗരികൾ സംഘടിപ്പിക്കപ്പെട്ടത്. ഇവിടേക്ക് ഏറ്റവും അനുയോജ്യമായ പേരാണ് മഹാനായ മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ അവരുടെ പേര് എന്ന് ഹസൻ മുസ്ലിയാരെ പരിചയമുള്ള ഏതൊരാൾക്കും അറിയാം. ചെറുപ്പക്കാർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്. ആ മഹാനായ ഹസൻ മുസ്ലിയാർ കാണിച്ചു തന്ന വഴി അത് ഹസൻ മുസ്ലിയാരുടെ സ്വന്തം വഴിയല്ല, മറിച്ച് പൂർവികരായ ഇമാമിങ്ങൾ കാണിച്ചു തന്ന വഴിയാണ്. ആ ഇമാമിങ്ങൾ ആരും അവരുടെ വകയിലൊന്നും പറഞ്ഞവരല്ല, മറിച്ച് അവരെല്ലാം സഹാബത്തിനെ പിന്തുടർന്നവരാണ്. സഹാബത്തിനെ പിന്തുടരാൻ കൽപ്പിച്ചത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറയല്ല, പരിശുദ്ധ ഖുർആനാണ്. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻ. സഹാബത്തിനെ പിന്തുടർന്നവരെ അല്ലാഹു തൃപ്തിപ്പെട്ടു എന്ന് എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന പടച്ചവനാണ് പ്രഖ്യാപിച്ചത്. ആ പടച്ചവന്റെ അധികാരത്തെയും അവന്റെ സ്ഥാനത്തെയും അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങൾ പരിശുദ്ധ ഖുർആൻ അംഗീകരിച്ച് ജീവിക്കണം എന്നതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇന്നേ വരെ പറഞ്ഞത്. ഇപ്പോഴും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ഒരു സാമ്പിൾ മാത്രം പറഞ്ഞതാണ്. സുഹൃത്തുക്കളെ, സർവ്വ മനുഷ്യരും വിജയിക്കുക എന്ന ലക്ഷ്യമായതിനാൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മൾ മനുഷ്യർക്കൊപ്പമായതുകൊണ്ടാണ്. കാരണം അറബി അല്ലാത്ത ഖുതുബയിൽ പങ്കെടുത്ത് ജുമഅ ബാത്തിലായി പോകുന്ന സാധാരണക്കാർ അവർ ആ വിഷയത്തെക്കുറിച്ച് അറിവില്ലാത്തവരാണ്. അവരോട് നമുക്ക് സഹതാപമാണ്. ആ സഹതാപം അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഒരു തെറ്റിലേക്ക് അകപ്പെട്ടു പോകുമ്പോൾ അവരെ അതിൽ നിന്ന് ഇന്നതാണ് ശരിയെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി നേർവഴിയിൽ നടത്തുക എന്നത് മനുഷ്യർക്കൊപ്പം നിൽക്കുമ്പോൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുമിനൂന ബില്ലാഹ്. നല്ല കാര്യം കൽപ്പിക്കുകയും ചീത്തക്കാര്യം വിരോധിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ടാണ് നിങ്ങൾ മനുഷ്യരിൽ ഏറ്റവും ഉത്തമരായത്, ഏറ്റവും ഉത്തമ സമുദായമായത്. അപ്പോൾ പണ്ഡിതന്മാർ നിർവഹിക്കുന്ന ഉത്തരവാദിത്വം അത് സർവ്വ മനുഷ്യരെയും നേർവഴിയിൽ നടത്തുക എന്നതാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ശരിയായ ഇസ്ലാമിലായി ജീവിച്ചു പോകണം. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ആശയങ്ങളും വിശ്വാസങ്ങളും ഉണ്ടാകും. അവർ ചിലപ്പോൾ അത് മതമേതായാലും ശരി,
മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയും. അത് അവരുടെ വിശ്വാസമാണ്, അവർക്കത് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തുന്നു അദ്ദേഹത്തിന് വർഗീയതയില്ല. അദ്ദേഹത്തിന് വർഗീയത ഉണ്ടെങ്കിൽ അദ്ദേഹം അത് പറയില്ല. അദ്ദേഹത്തിന് വർഗീയതയില്ല, ആ നിലക്ക് അദ്ദേഹം ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ് എല്ലാവരാലും. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് നമ്മുടേതായ ആശയങ്ങളുണ്ട്. ആ ആശയം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ ആശയത്തോടെ മുന്നോട്ട് പോകണം. അവിടെ നമുക്ക് വർഗീയത തൊട്ട് തീണ്ടാൻ പരിശുദ്ധ ഖുർആൻ അനുവദിച്ചിട്ടില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടില്ല, ഇസ്ലാം മതം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമിയത്തുൽ അതിന് അനുവദിക്കുകയില്ല, കേരള മുസ്ലിം ജമാഅത്ത് അതിന് അനുവദിക്കുകയില്ല, നമ്മുടെ സംഘ കുടുംബങ്ങളൊന്നും അതിന് അനുവദിക്കുകയില്ല. അതിനാൽ ഏത് സമയത്തും തീവ്രവാദത്തിനെതിരെ, ഭീകരവാദത്തിനെതിരെ, നിയമം കയ്യിലെടുക്കുന്നതിനെതിരെ, ആളുകളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതിനെതിരെ, ആളുകളെ ഭീഷണിപ്പെടുത്തുന്നതിനെതിരെ, ചൂഷണം ചെയ്യുന്നതിനെതിരെ, അഴിമതിക്കെതിരെ, അക്രമത്തിനെതിരെ എന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രതിജ്ഞാബദ്ധമായിരിക്കും. അതിൻ്റെ കീഴിലുള്ള സംഘടനകളും പ്രതിജ്ഞാബദ്ധമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ച ആശയം ഇന്നും പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, അതേ ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, നന്മ കൊണ്ട് തിന്മയെ ഉപരോധിക്കുക എന്നതാണ് ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്ന ആശയം. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് തിന്മ ചെയ്യുന്നവരോട് പത്തരട്ടി അങ്ങോട്ട് തിന്മ ചെയ്യുന്ന പരിപാടിയോ, ഇങ്ങോട്ട് ചീത്ത വിളിക്കുന്നവരെ തിരിച്ച് ചീത്ത വിളിക്കുന്ന പരിപാടിയോ, ഇങ്ങോട്ട് ആക്രമിക്കുന്നവരെ പകരം ആക്രമിക്കുന്ന പരിപാടിയോ, ഇങ്ങോട്ട് കൊല നടത്തിയാൽ പകരം കൊല നടത്തുന്ന പരിപാടിയോ ഈ പ്രസ്ഥാനത്തിനുണ്ടാവുകയില്ല. ഈ പ്രസ്ഥാനം പരിശുദ്ധ ഖുർആൻ മുറുകെ പിടിച്ച് എല്ലാ രംഗത്തും ഖുർആനിന്റെ ആശയവുമായി മുന്നോട്ട് നീങ്ങുന്ന ഒരു ഉത്ബോധന സംഘമാണ്, ഒരു പ്രബോധന ദൗത്യം ഇവിടെ നടപ്പാക്കുന്ന സംഘമാണ്. അതിനാൽ സർവ്വജനങ്ങളോടും പറയട്ടെ, നിങ്ങൾ എല്ലാവരുടെയും എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും, അതെ ഞങ്ങൾക്ക് പടച്ചവനോട് മാത്രമേ സഹായം ചോദിക്കാവൂ എന്ന അഭിപ്രായം ഇല്ല. പടച്ചവന്റെ സഹായമാണ്. ആര് എവിടുന്ന് എന്ത് സഹായം ചെയ്താലും വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായമാണെന്ന് ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പക്ഷേ സഹായം ചോദിക്കൽ അവൻ്റെ സൃഷ്ടികളോടെല്ലാം സഹായം ചോദിക്കുകയും അവരുടെ സഹായം സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നയം. അതുകൊണ്ട് പഠിച്ചവരോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ, അങ്ങനെ ഒരു നയം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാ ജനങ്ങളോടും ഞങ്ങൾ പറയുന്നു, നിങ്ങളെല്ലാവരുടെ സഹായങ്ങളും സഹകരണങ്ങളും ഇപ്പോൾ ഞങ്ങളുടെ ഈ മഹത്തായ ശൈഖുന നേതൃത്വം നൽകുന്ന ഈ കേരള യാത്രക്കുണ്ടായതിനേക്കാൾ ഉപരി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെന്റിനറിയുടെ സമ്മേളനങ്ങളും പരിപാടികളും വരുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സർവ്വസഹായങ്ങളും എപ്പോഴും അതിനുശേഷവും അതിനു മുമ്പും എപ്പോഴും ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പാലക്കാട് ജില്ലയിൽ കടന്ന സമയം മുതൽ ഇതേവരെ നിങ്ങൾ കാണിച്ച വലിയ ആദരവിനും സ്നേഹത്തിനും നിങ്ങളുടെ ഗംഭീര സ്വീകരണത്തിനും മഹാനായ തങ്ങളവറുകൾ 100 മാർക്കിട്ടല്ലോ. അതുകൊണ്ട് ഇനി ഞാൻ അതിനെ സംബന്ധിച്ച് പറയുന്നില്ല. എല്ലാറ്റിനും നന്ദി രേഖപ്പെടുത്തി ഏറ്റവും മുൻപന്തിയിൽ നമ്മുടെ ഓരോ സർക്കുലർ വരുമ്പോഴും ഓരോ പ്രവർത്തനത്തിലുള്ള നിർദ്ദേശം വരുമ്പോഴും അവിടെയെല്ലാം നിങ്ങൾ വളരെ ഉത്സാഹത്തോടെ മുൻപന്തിയിൽ ഉണ്ടാകണമെന്ന് SSFന്റെയും SVSന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും സുന്നി ജമിയത്തുൽ മുഅല്ലിമിന്റെയും SMAയുടെയും എല്ലാ പ്രവർത്തകരോടും നേതാക്കളോടും വിനയപൂർവ്വം അപേക്ഷിച്ചും അഭ്യർത്ഥിച്ചും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മഹാനായ അലി ബാഫഖി തങ്ങൾ, അല്ലാഹുവേ നീ അവിടുത്തേക്ക് വലിയ ദീർഘായുസ്സും ആഫിയത്തും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് SSFന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി നിർമ്മിക്കാൻ വേണ്ടി പിരിവിന് പോകുമ്പോൾ എൻ്റെ കൂടെ ബസ്സിൽ ഇങ്ങനെ കമ്പിയും പിടിച്ച് തൂങ്ങിയിട്ട് യാത്ര ചെയ്തുകൊണ്ട് എന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്ത സയ്യിദവറുകൾ, അള്ളാഹുവിൻ്റെ എന്തോ ഒരു നിയോഗമെന്ന് പറയട്ടെ, സിറാജുൽ ഹുദ എന്ന സ്ഥാപനം ആരംഭിക്കാൻ വേണ്ടി തറക്കല്ലിടാൻ പല പണ്ഡിതന്മാരെയും ക്ഷണിച്ചപ്പോൾ അവർക്കൊന്നും അതിന് ധൈര്യമുണ്ടായില്ല, അല്ലെങ്കിൽ അതിനവസരം അവർ അനുഭവിച്ചില്ല. അതിന് അള്ളാഹു തആല ഭാഗ്യം കൊടുത്തത് ബഹുമാനപ്പെട്ട സയ്യിദവറുകൾക്കാണ്. മഹാനവറുകളുടെ പ്രാർത്ഥന പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ഇരിക്കുന്നത്. അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും നമ്മുടെ എല്ലാ നേതാക്കൾക്കും സയ്യിദന്മാർക്കും പ്രവർത്തകന്മാർക്കും വിദേശത്തുള്ള നമ്മുടെ പ്രവർത്തകരായ ICFന്റെയും RSCയുടെയും പ്രവർത്തകർക്കടക്കം എല്ലാ നാട്ടിലുമുള്ള എല്ലാ പ്രവർത്തകർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ.
അവസാനം ആഖിബത്ത് നന്നായി മരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിച്ച് അല്ലാഹുവേ നിന്റെ ദീനിന് വേണ്ടി എളിയ സേവനം ചെയ്ത ആളുകളെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളുടെ നേതാക്കളെയും പ്രവർത്തകരെയും നീ സ്വീകരിക്കണം റഹ്മാനെ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ എൻ്റെ ഉമ്മയുടെ ആണ്ടിൻ്റെ ദിവസമാണ് ഇന്ന്. തിരിച്ചു പോകുമ്പോൾ നിങ്ങളൊക്കെ ഒരു ഫാത്തിഹയോ യാസീനോ ഓതിയാൽ വലിയ സന്തോഷമാണ്. അല്ലാഹു തആല ആ ഉമ്മയുടെ ഖബറിൽ സന്തോഷം നൽകട്ടെ. അതുപോലെ എനിക്ക് ഈ യാത്രയിലായതുകൊണ്ട് ഉമ്മയുടെ ഖബറിങ്കിൽ പോകാൻ ഇന്ന് കഴിഞ്ഞിട്ടില്ല. അതേപോലെ മറ്റ് പലതിനും സാധിച്ചിട്ടില്ല. അല്ലാഹുവേ ഉമ്മയുടെ ഖബറിൽ നീ സന്തോഷം നൽകണം റഹ്മാനെ. എന്നെ ദർസിൽ പറഞ്ഞയച്ച എൻ്റെ ബാപ്പ, ഞാനൊരു പണ്ഡിത കുടുംബത്തിൽപ്പെട്ടവനേ അല്ല. പക്ഷേ ബാപ്പയുടെ ഒരു നല്ല മനസ്സുകൊണ്ടാണ് എന്നെ ദർസിൽ പറഞ്ഞയച്ചത്. ബാപ്പയുടെ ഖബറിലും നീ സന്തോഷം നൽകണം റഹ്മാനെ. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഞങ്ങളെ ഉമ്മ ബാപ്പമാർ, ഞങ്ങളെ നേതാക്കൾ, പ്രവർത്തകർ, സഹായികൾ, സഹകാരികൾ ആരുണ്ടോ അവരുടെ എല്ലാം ഖബറിൽ നീ സന്തോഷം നൽകണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.